ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ലാൽബാഗിലേക്ക് രാവിലെ ഒന്ന് നടക്കാൻ പോയതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നമുക്കിങ്ങനെ മൈൻഡെല്ലാം കാമല്ലാത്തൊരു സമയം, അതുപോലെ ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ ഞാനിതുപോലെ ഏതെങ്കിലും പാർക്കിലേക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് ലാൽബാഗ് ലേക്കാണ്, നിങ്ങൾ ബോർഡ് കണ്ടു കാണും. അപ്പോൾ എന്ത് പീസെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പീസാണ്. ഒരു പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എന്നാലും പീസാണ്, നല്ല പീസാണ് അവിടെ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് എല്ലാവരും അവിടെ ഓടാനും നടക്കാനും ഒക്കെയാണ് വരുന്നത്. ഞാൻ വീഡിയോ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ എനിക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് അവിടെ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നു. അവിടെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ വരുന്നത്, അതായത് ഓടാൻ വരുന്നവർ, നടക്കാൻ വരുന്നവർ, എനിക്ക് തോന്നുന്നു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി വരുന്ന ഒരുപാട് ടൈപ്പ് ആൾക്കാരെ നമുക്ക് അവിടെ കാണാം. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ സൺറൈസ് ഞാൻ കണ്ടില്ലെങ്കിലും ഞാനൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സൺറൈസ് പക്ഷെ ഞാൻ ഏകദേശം അതേപോലെ തന്നെ കണ്ടു. അവിടെ നല്ല ലേക്കിൻ്റെ അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇങ്ങനെ നിന്ന്, പിന്നെ നമുക്ക് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു ആ സൈഡിൽ തന്നെ, കയറി വരുന്ന സൈഡിൽ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദൂരെ പോയുള്ളൂ കേട്ടോ. അവിടെ വരെയൊക്കെ ഒന്ന് പോയി. അവിടെ നിന്ന് ആരും കണ്ടില്ല, കുറേ പട്ടികളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ച് നടന്ന് അപ്പോഴാണ് അവിടെ അതും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് വരുന്നത്. അതായത് ചെറിയ പിള്ളേർ മുതൽക്ക് വലിയ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷോ ഒന്നുമല്ല, ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഇട്ട് അവിടെ നിന്ന് ആ മരത്തിൻ്റെ ഇടയ്ക്ക് പോയി. സംഭവം എനിക്ക് കബോൺ പാർക്കിൻ്റെ ഒരു ടച്ച് തോന്നി ആ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ. പിന്നെ അങ്ങനെ അത് ഒരുപാട് ഭാഗത്ത് ലാൽബാഗ് പോയവർക്കറിയാം, പരന്ന് കിടക്കുകയാണത്. ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫ്ലവേഴ്സ് മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത്രയും നേരത്തെ അതിനെ കൊണ്ട് അവർ തുടങ്ങാത്തതാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് നടന്നിട്ടൊന്നുമില്ല. എനിക്ക് മൊത്തത്തിൽ ഒരു 6.5 കിലോമീറ്ററാണ് വീട്ടിൽ നിന്ന് ലാൽബാഗിലേക്കുള്ളത്. ഞാൻ അങ്ങോട്ട് പോയത് ക്യാബിനും ഇങ്ങോട്ട് വന്നത് നടന്നിട്ടുമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോമീറ്റർ നടന്നുണ്ടാവും, ഒരു 1 കിലോമീറ്റർ 1.5 അത്രേ നടന്നുണ്ടാവുള്ളൂ. അപ്പോൾ ലോട്ടസ് പോണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ കണ്ടോ താറാവൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നാലും നമുക്ക് മടുക്കാത്ത സ്ഥലമാണ്. വെയിൽ വന്നാൽ പറ്റില്ല കേട്ടോ. ഈ രാവിലെ സമയം മാത്രം അല്ലെങ്കിൽ വൈകുന്നേര സമയം മാത്രം ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത്. ഉച്ച സമയത്ത് എനിക്ക് തോന്നുന്നു പറ്റില്ല, കാരണം നല്ല വെയിൽ തന്നെ ആയിരിക്കും. പിന്നെ ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, തണുപ്പാണ്, ഫുൾ ടൈം ഏകദേശം തണുപ്പാണ്. പിന്നെ നമ്മൾ നല്ല ഭംഗിയുള്ള സൺഫ്ലവർ സൺലൈറ്റിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു അതൊക്കെ. ആക്ച്വലി അത്രയും മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാൽബാഗിൽ ഞാൻ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് 2 വട്ടം. അതായത് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ജിയോളജി ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഈ പാറ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2 വട്ടം. 2 ഇയറിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു MSCക്ക്. അപ്പോൾ അന്നേരം വരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ക്ലാസ്സിലെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു വിഷമം. പിന്നെ വിഷമമൊന്നുമില്ല, ഞാൻ തന്നെ ചൂസ് ചെയ്തതാണല്ലോ. പിന്നെ നടന്നു വരുമ്പോൾ ഈ പാലപ്പൂ പോലത്തെ പൂ കിട്ടി. പാലപ്പൂ ഞാൻ തോന്നുന്നുണ്ടത്, അത് ഞാൻ കയ്യിലെടുത്ത് ഞാൻ ഒരു ബാഗിലിട്ടു. പക്ഷെ ഞാൻ ഇതുവരെ ബാഗിൽ നിന്ന് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അടുത്ത സത്യം. മറന്നുണ്ട് കേസ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം കുറേ ഇങ്ങനെ ആലോചിച്ചു അതിൻ്റെ മുകളിൽ കയറണോ വേണ്ടേന്ന്. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നാലേ കയറാം. അങ്ങനെ കയറി ടോപ്പിലെത്തി. ഞാൻ ടോപ്പിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. നോക്കുമ്പോൾ ടോപ്പിലും ആൾക്കാരുണ്ട്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ കയറി കുറേ നേരം ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തിരിച്ച് നടക്കാം. കാരണം അപ്പം തന്നെ ആയതുകൊണ്ട് ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വെയിൽ വരും, പിന്നെ തിരിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ആ പാറേൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നടന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് ലാൽബാഗിൻ്റെ ഒരു ഗേറ്റിലേക്കുള്ള വഴിയാണത്. അപ്പോൾ അത് നല്ല ഭംഗിയാണ്, ആ ബോഗൻവില്ലയും അതുപോലെ അവർ ആ വഴിയൊക്കെ വളരെ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോട്ടിൽ കൂടി നടക്കാൻ നിന്നപ്പോഴാണ് ഞാൻ അവിടെ അപ്പുറത്ത് ഫുട്പാത്ത് ഉണ്ടല്ലോ, ഞാൻ റോട്ടിൽ കൂടി നടക്കണം വിചാരിച്ചിട്ട് ഫുട്പാത്തിലൂടെ തന്നെ നടന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുട്പാത്തൊക്കെ അവർ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പോൾ ബൈ ഗൈസ്, ടാറ്റ ബൈ ബൈ, സീ യു.